ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് തൃശൂർ. ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണിത്. ഒരുപക്ഷെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ ബിജെപി ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ. CPIയെ സംബന്ധിച്ച് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തന്നെ ഇടതുമുന്നണി കാണും. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുന്നേ തന്നെ അദ്ദേഹത്തെ മുൻനിർത്തി BJP പ്രചരണം ആരംഭിച്ച മണ്ഡലം. തൃശൂരിലെ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ BJP. എന്നാൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയില്ലെന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു ചായ്വ് പ്രകടിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ കാറ്റ് ആർക്കനുകൂലമായി വീശുമെന്ന കൃത്യമായ പ്രവചനം നടത്താൻ സർവേകൾക്കും കഴിയുന്നില്ല. എങ്കിലും കോൺഗ്രസിനുള്ള മുൻതൂക്കം സർവേകളിൽ എടുത്തു പറയുന്നുണ്ട്. പല സർവേകളിലും കേന്ദ്ര സർക്കാരിന് ജനങ്ങൾ നൽകുന്ന മാർക്ക് അത്ര പോരാ. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാകുമ്പോൾ BJP പ്രതീക്ഷകൾ അസ്ഥാനത്താകുമെന്നാണ് സൂചനകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ആഴത്തിൽ വേരോടിക്കാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യമാണ് തൃശൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സ്ഥാനാർത്ഥിയുടെ മികവ് മണ്ഡലത്തിൽ ഒരു പ്രധാന ഘടകമാകുമെന്നാണ് സൂചനകൾ. തന്റെ പ്രവർത്തന മണ്ഡലം തൃശൂരിലേക്ക് മാറ്റിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും തൃശൂരിനെ കൈവിടാതെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നയാൾ. എന്നാൽ അദ്ദേഹം ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വോട്ടിന് വേണ്ടിയാണെന്ന് ഇടതു വലതുപക്ഷങ്ങൾ ആരോപിക്കുമ്പോഴും BJP ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷം കടന്നത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി നിന്ന 2019 എന്നത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം നിർണായകമാകുമെന്ന വലിയൊരു സൂചനയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തുകയും വോട്ട് ശതമാനം ഉയർത്താനുള്ള സാധ്യതകളും സർവേകൾ കാണുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച രാഹുൽ ഗാന്ധി ഫാക്ടറും ശബരിമല ഇഫക്റ്റുമെല്ലാം ഗുണം ചെയ്തെങ്കിൽ ഇത്തവണ ഇതൊന്നും കോൺഗ്രസിന് നിർണായകമാകില്ല. പകരം തൃശൂരുകാരനും സിറ്റിംഗ് MPയുമായ K മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയെ വിശ്വാസത്തിലെടുക്കുകയോ TN പ്രതാപന്റെ പ്രവർത്തന മികവോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരമോ ആകും കോൺഗ്രസിന്റെ ജയപരാജയം നിർണ്ണയിക്കുക. K കരുണാകരനെയും K മുരളീധരനെയും നേരത്തെ തോൽപ്പിച്ച ഇടം കൂടിയാണ് തൃശൂർ. അതുകൊണ്ട് തന്നെ ഈ അവസാന ലാപ്പിലും കോൺഗ്രസ് കഠിനാധ്വാനം ചെയ്യണമെന്ന് തന്നെയാണ് സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത്. കോൺഗ്രസ് വിട്ട് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തെ തെല്ലൊന്നുമല്ല ആശങ്കയിലാക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ CPMന്റെ വിശ്വാസ്യതയിൽ മങ്ങലേൽപ്പിച്ചെന്ന് ഒട്ടുമിക്ക സർവേകളും സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാകുമ്പോഴും സംസ്ഥാന സർക്കാരിനെയും ഇടതുമുന്നണിയെയും സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ലെന്നും ചോദ്യങ്ങളോട് ജനങ്ങൾ പ്രതികരിക്കുന്നു. എന്നാൽ ഇടതുമുന്നണി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണ തൃശൂരിൽ ഇറക്കിയത്. മണ്ഡലത്തിന്റെ പൾസ് അറിയാവുന്ന മുൻമന്ത്രി VS സുനിൽകുമാർ തൃശൂരുകാരൻ എന്നതിനുപരി CPMനും ഏറ്റവും സ്വീകാര്യനാണ്. അദ്ദേഹത്തിനായി CPM പ്രവർത്തകരും കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന സർക്കാരിന് മേലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും എന്ന ആരോപണങ്ങളുടെ കടിനിഴൽ VS സുനിൽകുമാറിന്റെ ജയത്തിന് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. അതുതന്നെയാണ് സർവേ ഫലങ്ങളും പറഞ്ഞുവെക്കുന്നത്. അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ഇവിടെ ഏറെ നിർണായകമാകുന്നു. 1951 മുതൽ 10 തവണ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലം 84 ഇന്ദിരാഗാന്ധി എഫക്റ്റോടെ കോൺഗ്രസിനൊപ്പം പോരുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ 4,15,089 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ ഇനി ആര് വെന്നിക്കൊടി പാറിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞത് വോട്ടെടുപ്പിൽ നിർണായകമാകും. പൂരവുമായി ബന്ധപ്പെട്ട പോലീസ് ഇടപെടൽ 3 മുന്നണികളെയും തൃശൂരിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കാൻ UDFും BJPയും ശ്രമിക്കുമ്പോൾ ഇടത് സ്ഥാനാർത്ഥിയും തൃശൂർ പൂരത്തിന്റെ ആരാധകനുമായ VS സുനിൽകുമാർ എടുത്ത നിലപാടും ശ്രദ്ധേയമായി. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച സുനിൽകുമാർ പക്ഷേ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചെന്ന് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പറഞ്ഞുവെച്ചു. എന്നാൽ ഈ വിഷയം തൃശൂരുകാർ എങ്ങനെ പോളിംഗ് ബൂത്തിൽ വിനിയോഗിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ശക്തമായ മത്സരം നടക്കുന്ന തൃശൂരിൽ കാര്യങ്ങൾ പ്രവചനാതീതമാണെങ്കിൽ കൂടി കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.